Hi, hello, welcome to once. So, this session we will discuss module 1 ഒരു important theorem ഉണ്ട് superposition theorem. ഈ superposition theorem ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലം ഏത് ടൈപ്പിലായിരിക്കും ചോദിക്കുക അതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക അതൊരു previous question വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Okay, so question is here. Apply superposition theorem to find the power dissipated in the 5 ohm resistance in the circuit shown below. 5 ohm റെസിസ്റ്ററിൽ കൂടെയുള്ള പവർ ഡിസിപ്പേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യൂസിങ് സൂപ്പർ പൊസിഷൻ തിയറം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കൺസിഡർ ചെയ്യണം? ഇതിന്റെ അകത്ത് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക. എന്താണ് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ? ഒരു സർക്യൂട്ടിൽ മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ടെങ്കിൽ വി ക്യാൻ അപ്ലൈ സൂപ്പർ പൊസിഷൻ തിയറം. നോക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്? ഒരു 12 ആംപിയറിന്റെ കറന്റ് സോഴ്സ് ഉണ്ട്, ഒരു 12 വോൾട്ടിന്റെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു 6 ആംപിയറിന്റെ കറന്റ് സോഴ്സ് ഉണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ട്. സോ നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ ആ കാര്യം ഉറപ്പായി. അപ്പോ സൂപ്പർ പൊസിഷൻ തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്താണ് സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത്? സൂപ്പർ പൊസിഷൻ തിയറം പ്രകാരം ഒരു പർട്ടിക്കുലർ എലിമെന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജോ കറന്റോ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയുള്ള കേസിൽ? മൾട്ടിപ്പിൾ സോഴ്സസ് ഉള്ള ഒരു നെറ്റ്വർക്കിൽ ഒരു പർട്ടിക്കുലർ എലിമെന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജോ കറന്റോ നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? മൾട്ടിപ്പിൾ സോഴ്സസിനെ മാറ്റി വെച്ചിട്ട് ഒരു സോഴ്സിനെ മാത്രം അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുക. ആ സമയത്ത് ബാക്കിയുള്ള സോഴ്സസിനെ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ സോഴ്സിനെ കൊണ്ട് മാത്രമുള്ള റെസ്പോൺസ് കണ്ടുപിടിക്കുക. പിന്നെ രണ്ടാമത്തെ സോഴ്സ് എടുക്കുക, അതുകൊണ്ട് മാത്രമുള്ള റെസ്പോൺസ് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സോഴ്സ് എടുക്കുക, അതുകൊണ്ട് മാത്രമുള്ള റെസ്പോൺസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ടോട്ടൽ റെസ്പോൺസ് ആയിട്ട് ഈ റെസ്പോൺസുകളെ മുഴുവൻ നമ്മൾ ഓൾജിബ്രായിക് സം എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റെസ്പോൺസ് കിട്ടും. ഇതാണ് സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വോൾട്ടേജ് കണ്ടുപിടിക്കണോ, കറന്റ് കണ്ടുപിടിക്കണോ? അപ്പോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പവർ ഡിസിപ്പേറ്റഡ് ഇൻ 5 ഓം റെസിസ്റ്റൻസ് ആണ്, 5 ഓം റെസിസ്റ്റർ എന്നാണ്. അപ്പൊ 5 ഓം റെസിസ്റ്ററിൽ കൂടെയുള്ള പവർ ഡെസിപ്പേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പോവാ? പവർ ത്രൂ 5 ഓം റെസിസ്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ സപ്പോസ് വി നോ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ 5 ഓം റെസിസ്റ്റർ. അതിൽ കൂടെയുള്ള കറന്റ് നമുക്ക് അറിയാമെങ്കിൽ ലെറ്റ് ഇറ്റ് ബി I5 ഓം. ഓക്കെ, I5 ഓം എന്ന് പറയുന്ന കറന്റ് ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കറന്റിന്റെ ഡയറക്ഷൻ. വി ആർ അസ്യൂമിങ് ദ ഡയറക്ഷൻ. അങ്ങനെ ഒരു കറന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ വി ക്യാൻ ടേക്ക് ദ പവർ ആസ് I5 ohm square into resistance value, that is I square R. That will give you the power. അപ്പോൾ നമ്മൾ എന്താണ് സൂപ്പർ പൊസിഷൻ തിയറം വെച്ച് കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ ഈ ഡയറക്ഷനിൽ പോകുന്ന ടോട്ടൽ കറന്റ് ആണ് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം വെച്ച് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എങ്ങനെ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാം? ഫസ്റ്റ് നമ്മൾ 12 ആംപിയർ സോഴ്സ് മാത്രം എടുക്കുക, ബാക്കിയുള്ള സോഴ്സിനെ ഡിസേബിൾ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഈ 6 ആംപിയർ സോഴ്സ് മാത്രം എടുക്കുക, ബാക്കിയുള്ള സോഴ്സിനെ ഡിസേബിൾ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഈ 12 വോൾട്ട് സോഴ്സ് മാത്രം എടുക്കുക, ബാക്കിയുള്ള സോഴ്സിനെ ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് ഓരോ റെസ്പോൺസും കണ്ടുപിടിക്കുക, എല്ലാത്തിനെയും ഓൾജിബ്രായിക് സം എടുക്കുക. അതാണ് നമ്മുടെ എയിം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് I am considering 6 ആംപിയർ സോഴ്സ് ഓൺലി. അതായത് ഈ ഒരു സർക്യൂട്ടിൽ 6 ആംപിയർ സോഴ്സിനെ മാത്രം ഞാൻ ആദ്യം എടുത്തു. 6 ആംപിയർ സോഴ്സിനെ എടുക്കുന്ന സമയത്ത് തൽക്കാലം ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒറിജിനൽ സർക്യൂട്ടും ഈ സർക്യൂട്ടും വരച്ചിരിക്കുന്നത്. ശരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ സർക്യൂട്ട് മാത്രം വരച്ചാൽ മതി, കാരണം മറ്റേ സർക്യൂട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ മുന്നിൽ ഇരിക്കുകയാണ്. സോ വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ ഇക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് സർക്യൂട്ടുകളും വരച്ചിരിക്കുന്നത്. ഓക്കെ, 6 ആംപിയർ സോഴ്സ് മാത്രം എടുക്കുമ്പോൾ ബാക്കി ഇവിടെ ഒരു 12 വോൾട്ട് സോഴ്സ് ഉണ്ടായിരുന്നു. ഈ 12 വോൾട്ട് സോഴ്സ് വോൾട്ടേജ് സോഴ്സ് അല്ലേ? വോൾട്ടേജ് സോഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അപ്പൊ 12 വോൾട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് കാണുന്നു. നെക്സ്റ്റ് ഇവിടെ ഒരു 12 ആംപിയർ കറന്റ് സോഴ്സ് ഉണ്ട്. ഈ 12 ആംപിയർ കറന്റ് സോഴ്സിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു സോഴ്സ് വാല്യൂ കാണാത്തത്, ബിക്കോസ് ദർ ഈസ് ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ രണ്ട് കണ്ടീഷൻ, ബാക്കിയുള്ള രണ്ട് സോഴ്സിനെ നമ്മൾ നൈസ് ആയിട്ട് കില്ല് ചെയ്തു. ബാക്കിയുള്ള ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഈ കാണുന്നത്. അപ്പൊ ഒരു കറന്റ് സോഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ റെസിസ്റ്റേഴ്സും ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് ആണ്, അല്ലെ? അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സോഴ്സ് മാത്രമാണ്. അതുകൊണ്ട് ആ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ IS1 എന്ന് പറയുന്ന നൊട്ടേഷൻ യൂസ് ചെയ്തു. നെക്സ്റ്റ് സമയത്ത് ഞാൻ IS2 എന്ന് പറയുന്ന നൊട്ടേഷൻ യൂസ് ചെയ്യും. തേർഡ് ടൈമിൽ ഞാൻ IS3 എന്ന് പറയുന്ന നൊട്ടേഷൻ യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻ യൂസ് ചെയ്യാം. I1, I2, I3 എന്ന് എടുക്കാം, I5 ഓം 1 എന്ന് എടുക്കാം, I5 ഓം 2 എടുക്കാം, I5 ഓം 3 എന്ന് എടുക്കാം. എന്ത് നൊട്ടേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ IS1 എന്നാണ് നൊട്ടേഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഹൗ വിൽ യു ഫൈൻഡ് IS1? അപ്പോൾ IS1 എന്ന് പറയുന്ന കറന്റ് എന്താണ്? ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറന്റ്, അല്ലെ? സോ ടോട്ടൽ ദർ ഇസ് എ കറന്റ് സോഴ്സ് 6 ആംപിയർ. 6 ആംപിയർ എന്ന് പറയുന്ന ഒരൊറ്റ കറന്റ് സോഴ്സ് ആണ് ആ സർക്യൂട്ടിലുള്ളത്. 6 ആംപിയർ എന്ന് പറയുന്ന കറന്റ് സോഴ്സ് 6 ആംപിയറിന്റെ കറന്റ് ഈ ബ്രാഞ്ചിൽ കൂടെ കടത്തിവിടും. അപ്പൊ ഇതൊരു നോഡിലെത്തും. ഈ നോഡിലെത്തുമ്പോൾ ആ നോഡിൽ വെച്ച് ഈ കറന്റ് രണ്ട് ബ്രാഞ്ചിലും ഡിവൈഡ് ചെയ്യപ്പെടും. ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോ ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറന്റ് എത്ര, ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറന്റ് എത്ര, അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? യൂസിങ് കറന്റ് ഡിവിഷൻ പ്രിൻസിപ്പിൾ. എങ്ങനെയാ കറന്റ് ഡിവിഷൻ അപ്ലൈ ചെയ്യുക?
ഒരു ടോട്ടൽ കറണ്ട് സോഴ്സ് രണ്ട് പാരലൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് കാണണമെങ്കിൽ ടേക്ക് ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ദ പ്രൊസീജിയർ. എങ്ങനെയാണ്? ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സോ I can write IS1. IS1 എന്ന് പറയുന്ന കറണ്ട് ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. That IS1 is due to 6 ampere source only. എങ്ങനെ IS1 കണ്ടുപിടിക്കുക? ടോട്ടൽ കറണ്ട് 6 ampere into ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? 2 plus 4, 6 plus 5, 11. So this is the IS1 value. അപ്പോൾ this is getting as 12 divided by 11 ampere. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഈ 12 divided by 11 വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ പോകല്ലേ. തൽക്കാലം IS1 അവിടെ നിൽക്കട്ടെ. IS1 നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ നെക്സ്റ്റ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഴ്സ് 6 ആംപിയറിനെ മാത്രം യൂസ് ചെയ്തിട്ടുള്ള കറണ്ടേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സോഴ്സുകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 12 ആംപിയർ സോഴ്സ് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഴ്സ് മാത്രം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള വോൾട്ടേജ് സോഴ്സിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, ഇവിടെയുള്ള കറണ്ട് സോഴ്സിന് ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം അല്ലേ ഈ മുകളിൽ വരച്ചിരിക്കുന്നത് നോക്കിയേ. ഓൺലി 12 ആംപിയർ സോഴ്സ് മാത്രമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന കറണ്ട് സോഴ്സിന് എവിടെ കറക്റ്റ് അല്ലേ? ഈ 12 ആംപിയർ സോഴ്സിനെ മാത്രം ഇവിടെ വരച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഒരു 12 വോൾട്ട് സപ്ലൈനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന 6 ആംപിയർ കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. സോ ദ റിസൾട്ടന്റ് ഡയഗ്രം വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താ? ഇവിടെയും കാണേണ്ടത് IS2 ആണ്. IS2 is the current flowing through this branch. ഇവിടെ നമുക്കുള്ളത് ഒരു ടോട്ടൽ കറണ്ട് സോഴ്സ് 12 ആംപിയർ ആണ്. 12 ആംപിയർ കറണ്ട്, 12 ആംപിയർ കറണ്ട് സോഴ്സ്, 12 ആംപിയർ കറണ്ട് ഇതിൽ കൂടെ പറഞ്ഞു വിടും. ഇവിടെ ജംഗ്ഷനിൽ വെച്ച് ഈ കറണ്ട് രണ്ട് പാത്തിലും ഡിവൈഡ് ചെയ്യപ്പെടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പാത്തിൽ കൂടെയുള്ള കറണ്ട് ആണ്. ഇവിടെ നിങ്ങൾക്ക് കറണ്ട് ഡിവിഷൻ അപ്ലൈ ചെയ്യാം. സോ വാട്ട് ഈസ് ദ കറണ്ട് IS2? ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ? സോ അപ്ലൈയിങ് കറണ്ട് ഡിവിഷൻ ഇതൊക്കെ നമ്മൾ എഴുതണം. സോ കറണ്ട് ഡിവിഷൻ according to current division 12 amp according to current division IS2 is equal to IS2 എങ്ങനെ എഴുതാ? IS2 is equal to total current 12 ampere into opposite branchile resistance എത്രയാ? 4 plus 2 that is 6 divided by total resistance 5 plus 4 plus 2 9 plus 2 11. So 72 divided by 11 ampere is the IS2 value. അതിന്റെയും ഡയറക്ഷൻ നമ്മൾ അസ്യൂം ചെയ്ത് നോക്കണം. ഡയറക്ഷൻ ഇത് തന്നെയാണ് അസ്യൂം ചെയ്തത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഇതിൽ കൂടെയുള്ള കറണ്ട് ആണ്. ഞാൻ ഇതിന്റെ ഡയറക്ഷനും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ IS1 കണ്ടുപിടിച്ചതും IS1 കണ്ടുപിടിച്ചതും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ്. IS2 കണ്ടുപിടിച്ചതും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഇനി ഒരു സോഴ്സും കൂടിയില്ലേ? അപ്പൊ ആ സോഴ്സിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ദ തേർഡ് കണ്ടീഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ കൺസിഡറിങ് 12 വോൾട്ട് സോഴ്സ് ഓൺലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇയാളെ മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം, ഈ കറണ്ട് സോഴ്സിനെയും ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. സോ ദ റിസൾട്ടന്റ് ഡയഗ്രാം വിൽ ലുക്ക് ലൈക്ക് ദിസ്. അതിന്റെ അകത്തുള്ള രണ്ട് പാരലൽ ബ്രാഞ്ചിലെ രണ്ട് കറണ്ട് സോഴ്സിനെ നമ്മൾ ഒഴിവാക്കി, ബാക്കി ഇതല്ലേ ഉണ്ടാവുക. ഇനി ദിസ് ഈസ് ഇൻ ദിസ് സർക്യൂട്ട് വി ഹാവ് ടു ഫൈൻഡ് IS3. So what is IS3? IS3 is due to 12 volt source only. 12 volt source മാത്രം ഉള്ളപ്പോൾ ഉള്ള കറണ്ട് ആണ് IS3. ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ നമ്മൾ ആ സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാം? അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഡിഫറെന്റ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ 12 വോൾട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പൊളാരിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ 12 വോൾട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, മൈനസ് പ്ലസ്. അപ്പൊ ഒരു സോഴ്സിന് അക്രോസ് എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുക -2 പ്ലസ് ആണ്. സോഴ്സിന് അക്രോസ് കറണ്ട് ഫ്ലോ ചെയ്യുക -2 പ്ലസ് ആണ്. അപ്പോൾ ആ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യാൻ പോകുന്ന ആക്ച്വൽ കറണ്ട് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ബട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന കറണ്ട് IS3 ആണ്. IS3ക്ക് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. കാരണം എന്താ? IS1ഉം IS2ഉം എല്ലാം നമ്മൾ ഈ ഡയറക്ഷനിലല്ലേ കൊടുത്തത്. അതുകൊണ്ട് IS3 ഞാൻ ആ ഡയറക്ഷനിൽ കൊടുത്തു. അപ്പൊ സൂപ്പർ പൊസിഷൻ തിയറം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കറണ്ടിന്റെ ഡയറക്ഷൻ, വോൾട്ടേജിന്റെ പൊളാരിറ്റി. അപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചിരിക്കുന്ന കറണ്ട്സ് എല്ലാം ഒരേ ഡയറക്ഷനിൽ നോട്ടേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾജിബ്രായിക് സം എടുക്കുമ്പോൾ കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. സിമിലർലി സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് മാർക്ക് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എല്ലാം ഒരേ പൊളാരിറ്റിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. എന്നാലേ നമുക്ക് ഓൾജിബ്രായിക് സം എടുക്കുമ്പോൾ ടോട്ടൽ വോൾട്ടേജ് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നത് ഇവിടെ ആക്ച്വൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ആക്ച്വൽ കറണ്ട് ദാറ്റ് ഈസ് ഫ്ലോയിങ്, ലെറ്റ് ഇറ്റ് ബി I.
ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് 12 വോൾട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ് 2 + 4 6 + 5 11 ആംപിയർ ആണ് ഈ സർക്യൂട്ടിൽ കൂടെ മൊത്തത്തിൽ പോകുന്ന കറണ്ട് ദാറ്റ് ഈസ് 12 ഡിവൈഡഡ് ബൈ 11 ആംപിയർ. അത് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? ദാറ്റ് കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോ ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? IS3 എന്ന് പറയുന്ന കറണ്ട് ആണ്. സോ IS3യുടെ ഡയറക്ഷൻ എന്താ? നമുക്ക് കിട്ടിയ കറണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ടേക്ക് IS3 is equal to -11 divided by 12 ampere. ഇത്രയും ചെയ്താൽ മതി. ആക്ച്വൽ കറണ്ട് ഏത് ഡയറക്ഷനിൽ പോകുന്നോ ആ ഡയറക്ഷൻ തന്നെയാണോ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ടേക്ക് പോസിറ്റീവ് കറണ്ട്. ഇനി നിങ്ങളുടെ ആക്ച്വൽ കറണ്ട് ആ സർക്യൂട്ടിൽ കൂടെ പോകുന്ന ആക്ച്വൽ കറണ്ടിന്റെ ഡയറക്ഷനും നമ്മൾ അസ്യൂം ചെയ്ത കറണ്ടിന്റെ ഡയറക്ഷനും വേറെ വേറെ ആണെങ്കിൽ ജസ്റ്റ് ടേക്ക് ദ ഓപ്പോസിറ്റ് സൈഡ്. അത്രയും ചെയ്താൽ മതി. സോ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? IS1 കണ്ടുപിടിച്ചു, IS2 കണ്ടുപിടിച്ചു, IS3 കണ്ടുപിടിച്ചു. സോ ഡ്യൂ ടു എല്ലാ സോഴ്സും ഡ്യൂ ടു 12 ആംപിയർ സോഴ്സ്, ഡ്യൂ ടു 6 ആംപിയർ സോഴ്സ് ആൻഡ് 12 വോൾട്ട് സോഴ്സ് ആക്ടിങ് സൈമൾട്ടേനിയസ്ലി, ഈ 3 സോഴ്സുകളും സൈമൾട്ടേനിയസ്ലി ആ സർക്യൂട്ടിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ we will get the total current I. That current is I is equal to algebraic sum, that is IS1 plus IS2 plus IS3. ഇത് ഏത് റൂൾ പ്രകാരമാണ്? This is according to superposition theorem. So according to superposition theorem we can write total current is equal to IS1 plus IS2 plus IS3. So what is IS1? IS1 നമുക്ക് കിട്ടിയത് 12 divided by 11 ആണെന്ന് തോന്നുന്നു. Plus IS2 നമുക്ക് കിട്ടിയത് 72 divided by 11 ആണ്. And IS3 നമുക്ക് എത്ര കിട്ടിയത്? -12 divided by 11. So ഇവിടെ +12 divided by 11 ഉണ്ട്, -12 divided by 11 ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. You will be getting 72 divided by 11 as the current. അപ്പൊ ഞാൻ പറഞ്ഞു കറണ്ട് കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ഒരിക്കലും നമ്മൾ ഇവിടെ നിർത്തി പോവരുത്. ഇറ്റ്സ് വാല്യൂ comes out as 6.54 ആംപിയർ. കറണ്ട് കണ്ടുപിടിച്ചു, ആൻസർ കഴിഞ്ഞു എന്ന് വിചാരിച്ച് സന്തോഷത്തിൽ പോവരുത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കറണ്ട് കണ്ടുപിടിക്കാനല്ല, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പവർ കണ്ടുപിടിക്കാനാണ്. കറണ്ട് നമുക്ക് കിട്ടി 6.54 ആംപിയർ കിട്ടി. സോ ദ പവർ ഈസ് ഈക്വൽ ടു 6.54 square into 5. So this is the final answer. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് you will be getting as 214.2 watts approximately ഇത്രയും വരും. So this is the total power delivered in the 5 ohm resistor. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റെസിസ്റ്ററിൽ കൂടെയുള്ള പവർ കാണാൻ നമ്മൾ സക്സസ്ഫുള്ളി സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്തു. ഇതിന്റെ അകത്ത് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, കറണ്ട് സോഴ്സ് ഉണ്ട്. അറ്റ് എ ടൈം നമ്മൾ ഒരു സോഴ്സിനെ മാത്രം കൺസിഡർ ചെയ്തു, മറ്റേ സോഴ്സിന് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. സോ ഇങ്ങനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്തിട്ട് ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കും അതിന്റെ പ്രാക്ടീസ് സെഷനുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.